കുറച്ച് ദിവസമല്ല കണ്ടിട്ട് പോകാമെന്ന് കരുതി. വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, നൃത്തത്തിൻ്റെ ഫോട്ടോയിൽ നോക്കിയിരിക്കുകയായിരുന്നു. പഴയതുപോലെ ആരോഗ്യവതിയാകും, വീണ്ടും ചിലങ്കേണിയും, നൃത്തലോകത്തിലേക്ക് സഞ്ചരിക്കും, പഴയതിലും വാശിയോടെ. ഇങ്ങനെ വിഷമിക്കാൻ പാടില്ല. മരിച്ചു പോകുമെന്ന് പറഞ്ഞവർ വരെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നിട്ടില്ലേ? മനസ്സിലുള്ള ധൈര്യം ചോർന്നു പോകരുത്. നാലഞ്ച് ദിവസമല്ലോ പ്രതിഭയെ കണ്ടിട്ട്. പ്രതിഭയുടെ പ്രതിഭ മടങ്ങി വരും അല്ലേ രാജീവേട്ടാ? അതെ, അത് ഞാനും പറഞ്ഞു. ഞാൻ കൊടുത്തിട്ട് വരാം. പ്രതിഭയെ നമുക്ക് ഒരിക്കൽ കൂടി അമേരിക്ക കൊണ്ടുപോയാലോ? മെഡിസിനിൽ കുറെ അധികം ഡെവലപ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. പ്രതാപ് ജീവിച്ചിരുന്നപ്പോ കൊണ്ടു നടന്നിരുന്നതല്ലേ ലോകം മുഴുവനും. എനിക്കറിയാം, മരണം വരെ ഈ കിടപ്പിലായിരിക്കും. മനസ്സിൽ എന്തെങ്കിലും വെച്ച് പറഞ്ഞല്ല, പ്രതാപിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പെങ്ങളെ പഴയതുപോലെ കൊണ്ടുവരിക എന്നുള്ളത്. രാജീവേട്ടാ, കൊണ്ടുപോകാം. പ്ലാൻ ചെയ്തു. ശരി, ഓക്കെ. ദേവി, ഞാൻ എന്നും നിന്നെ വണങ്ങുന്നുണ്ട്. നീ എന്നെ ശ്രദ്ധിക്കുന്നതേയില്ല. ദേവി, ഞാൻ കാണുന്നുണ്ട്. നിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും. അച്ഛന് സുഖമാണോ? തീർത്ഥം, ഇയാൾ എന്നെ ശല്യം ചെയ്യാ തിരുമേനി. ഇതൊരു ക്ഷേത്രമാണെന്ന് ഓർക്കണം. വിശ്വാസികൾ മാത്രം അങ്ങോട്ട് വന്നാൽ മതി. ചേട്ടാ, എന്താ മോളെ? അയാള് കുറെ നേരായിട്ട് എന്നെ ശല്യം ചെയ്യാം. നിങ്ങളൊന്ന് വരുമോ? അയാള് താനാരാ? പ്രാർത്ഥിക്കാൻ വന്നത് വിശ്വാസിയെ കണ്ടിട്ട് തോന്നുന്നില്ലല്ലോ. വിശ്വാസിയെ കാണാൻ എങ്ങനെ ഇരിക്കും? കണ്ടോ, ഇയാളൊരു പക്ക ക്രിമിനലാ. പിടിച്ച് പുറത്താക്കണം ചേട്ടാ. ഇറങ്ങടാ. പ്രാർത്ഥിച്ചു കഴിഞ്ഞില്ല. ദേവി പ്രസാദിച്ചതുമില്ല. കണ്ടോ അവന്റെ അഹങ്കാരം? ഞങ്ങളത് മാറ്റി കൊടുക്കാം. ഇറങ്ങടാ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ മനു പ്രതാപ്, നിങ്ങളുടെ പുതിയ VC. സർ, വരൂ. ഈ പെണ്ണിനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മുടെ തൊഴിലാളിയോ സർ? എന്റെ കമ്പനി തൊഴിലാളിയോ? അതെ. ആളെ ഞാനും കണ്ടില്ല. അഞ്ജന, നിനക്ക് കോൾ അടിച്ചു. വൈസ് കാണണമെന്ന് പറഞ്ഞു. ആണോ? അതെ, പൂവാലശല്യം വയസ്സറിഞ്ഞു കാണും. ചെന്ന് പരാതി പറഞ്ഞു. ശരി മാമ. മേ ഐ കം ഇൻ സർ? യെസ്, കം ഇൻ. അഞ്ജനയാണോ? അതെ സർ. കം ഇൻ. തന്റെ പിന്നാലെ ഏതൊരു പൂവാലം ചുറ്റിക്കറങ്ങുന്നു കേട്ടു. ശരിയാണോ? അതെ സർ. അവനൊരു ഫ്രോഡാ. സമൂഹത്തിൽ ഇങ്ങനെയുള്ളവർ ജീവിച്ചിരിക്കാൻ പാടില്ല. പട്ടീന്ന് വിളിക്കടി. നീ ആരാ? ഇവിടുത്തെ ഗുണ്ടയോ? ക്ഷമിക്കണം സർ, ആളറിയില്ലായിരുന്നു. മാപ്പാക്കണം. ഇനി ഞാൻ ആവർത്തിക്കില്ല. എന്താടോ ഇത്? ഞാൻ തന്നെ വെറുതെ ഒന്ന് വരട്ടിയതാ. എനിക്ക് ഒരു വിരോധമില്ല. ഇങ്ങനെ കരഞ്ഞാലേ തന്റെ സൗന്ദര്യം പോവും. തന്നെ കണ്ട മാത്രയിലേ എനിക്കിഷ്ടായി. സത്യാടോ? ആൺകുട്ടികളായ ഇതുപോലെ ചെറിയ കുസൃതികളൊക്കെ ഉണ്ടാവും. ആളറിയാതെ. തന്റെ പരാതി കഴിഞ്ഞോ? വാടോ.
അവളുടെ ബയോഡേറ്റ? അച്ഛൻ തൊഴിലാളിയായിരുന്നു, സുഖമില്ലാതായി. ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ പഠിത്തം നിർത്തി. നന്നായി പഠിക്കുമായിരുന്നു അല്ലേ? +2 ജില്ലയിൽ ഫസ്റ്റ് ആയിരുന്നു. കമ്പനി ഒരു ആദരിക്ക ചടങ്ങൊക്കെ വെച്ചായിരുന്നു. സോനാമേടം മുടക്കി. അങ്ങനെയാണോ? എന്നാ അവളൊന്ന് ആദരിച്ചുകളെ. അഞ്ജന വരും, ഇന്നത്തെ മുഖ്യ അതിഥിയാ. അങ്ങനൊന്നും പറയല്ലേ സർ. കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട സർ. വരും. നമ്മുടെ ചടങ്ങ് ആരംഭിക്കുകയാണ്. ആദ്യമായി നമ്മുടെ പ്രിയങ്കരനായ വൈസ് ചെയർമാൻ മനു സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി ആദരവ് ഏറ്റുവാങ്ങാൻ വേണ്ടി പ്രിയപ്പെട്ട അഞ്ജനയെ ക്ഷണിക്കുന്നു.